എൻ്റെ അച്ഛനാണ് ഇതിൻ്റെ റൈറ്റർ, ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ. അമ്മയാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോളർ. ഞാൻ സെറ്റിൽ എപ്പോഴും അച്ഛനെ സാറിനാണ് വിളിക്കുന്നത്. 2 പ്രാവശ്യം നിങ്ങൾ ആലോചിക്കുന്ന പോലത്തെ ഒരു സബ്ജക്ട്സ്. അപ്പോൾ അതാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അവിടെ നിന്നാണ് ഞാൻ പ്രോപ്പർ എഡിറ്റിംഗ് പഠിക്കുന്നത്. പൂനെ പോയിട്ട് പഠിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ നമ്മുടെ എല്ലാ പടം ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആ കോൺഫിഡൻസ് വന്നു. ഇപ്പോൾ ഒരു പടം എഡിറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഐ ഫെൽറ്റ് ലൈക്ക് കുറച്ചുകൂടി ആ ഡയറക്ഷൻ സൈഡ് എഡിറ്റിംഗിലേക്ക് വരുന്നുണ്ട്. അറിയാം എല്ലാ സോഫ്റ്റ്വെയർസിൽ എഡിറ്റ് ചെയ്യാൻ അറിയാം. ഡാവിൻഷി ആണോ, പ്രീമിയർ ആണോ, FCP ആണോ. സോ അതൊരു കോൺഫിഡൻസ് ആണ്. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ട്രൂ ലൈക്കിംഗ് ഫോർ ഫിലിം മേക്കിംഗ്. കണ്ണൂരുണ്ട്, മലപ്പുറമുണ്ട്, കോഴിക്കോടുണ്ട്, അങ്ങനെ വേറെ വേറെ ആക്സെന്റ് ആണ്. അപ്പോൾ അത് ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റി. നിങ്ങൾ മലപ്പുറം ആക്സെന്റ് ആയിരുന്നു, ഇവരുടെ പടത്തിൽ മലപ്പുറം ആക്സെന്റ് ആയിരുന്നു. എൻ്റെ പേര് അൻവർ സാദിഖ്. എൻ്റെ സ്ഥലം പൊന്നാനിയാണ്. ഞാൻ ഈ പടത്തിൽ ഇത് ആന്തോളജി മൂവിയാണ്. ഇതിൽ 5 കഥകളുള്ള, മലബാർ എന്നുള്ള 5 കഥകളുള്ള 5 ടൈപ്പ് മൂവിയാണ്. അതിൽ ഒരെണ്ണത്തിൽ ചെമ്പ് എന്ന് പറയുന്ന മൂവിയിലെ ഒരു മെയിൻ ത്രോട്ട് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഞാൻ അനുപ്രിയ ഐക്ക്. ഞാൻ ഈ പ്രൊജക്റ്റിലെ അസോസിയേറ്റ് ഡയറക്ടർ ആൻഡ് എഡിറ്ററാണ്. പിന്നെ ബ്രേക്കപ്പ് എന്നുള്ള പടത്തിൽ ലീഡ് ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. ശിവരാജ് ആണ് അതിൻ്റെ ലീഡ് ആക്ടർ. മലബാർ ടൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മലബാറിൽ നിന്ന് സാധാരണ ഫാമിലീസ് നടക്കുന്ന 5 ഫാമിലിയിൽ നടക്കുന്ന ഒരു 5 ടൈപ്പ് 5 ജോണറിലുള്ള മൂവീസാണ്. അത് ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള കഥ, ഒന്ന് കണക്റ്റഡ് അല്ല. ഇത് മലബാർ ടേൽസ് ആക്ച്വലി നമ്മൾ തുടങ്ങിയത് ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനാണ് ഇതിൻ്റെ റൈറ്റർ, ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ. അമ്മയാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പോൾ നമ്മൾ ബ്രേക്കപ്പ് എന്ന മൂവിയാണ് ആദ്യമായിട്ട് ചെയ്തത്. അതൊരു സിമ്പിളായിട്ട് ചെയ്തു, പക്ഷെ അത് നന്നായിട്ട് വന്നു. പിന്നെ 2ാമത്തെ ഒരു പടം ചെയ്തു. പിന്നെ 3ാമത്തെ പടത്തിലാണ് ഞാൻ അൻവറിനെ കാണുന്നത്. ചെമ്പ് പറഞ്ഞ പടമായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് 4, 5 ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഡിസൈഡ് ചെയ്തു ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റുന്നൊരു ക്വാളിറ്റി ഉണ്ട് ഈ പടത്തിന്. അങ്ങനെയാണ് ഈ പടം നടന്നത്. എന്നിട്ട് ആക്ച്വലി മലബാറിൻ്റെ 5 ഫാമിലീസിൻ്റെ കഥകളാണ്, പുറത്ത് വരാത്ത കഥകളാണ്, പേഴ്സണൽ കോൺഫ്ലിക്ട്സ് ആണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറി ഇതിലുണ്ട്. മേ ബി കുറച്ചൊന്ന് കോൺട്രവേഴ്സീസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ഹെൽത്തി ക്രിറ്റിസിസം ആയിട്ട് എടുക്കാം. ഇത് ആക്ച്വലി ലൈക്ക് ഐ സെഡ് നമ്മൾ ഒരു ഷോർട്ട് ഫിലിമിനായിരുന്നു തുടങ്ങിയത്. 2ആയി 3ആയി. അപ്പോഴത്തേക്ക് നമ്മൾ ഡിസൈഡ് ചെയ്തു ഒരു ഫീച്ചർ ഫിലിമിൻ്റെ ഡ്യൂറേഷനിൽ 5 ഷോർട്ട് ഫിലിംസ് ചെയ്യാം. ബിക്കോസ് അച്ഛൻ റൈറ്ററാണ്. അച്ഛൻ്റെ അടുത്ത് കുറേ സബ്ജക്ട്സ് ഉണ്ടായിരുന്നു, ഭയങ്കര ഹാർഡ് ഹിറ്റിങ്, ഇൻറ്റൻസ് ആൻഡ് പുറത്ത് വരാത്ത ഭയങ്കര തിങ്ക് 2 പ്രാവശ്യം നിങ്ങൾ ആലോചിക്കുന്ന പോലത്തെ ഒരു സബ്ജക്ട്സ്. അപ്പോൾ അതാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ 5 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് എൻഡിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുപ്രഭ വഴി തന്നെയാണ് ഞാൻ അതിലേക്ക് വന്നത്. ഞങ്ങൾ ഒരേ ആക്ടിങ് വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് പരിചയം. അപ്പോൾ അങ്ങനെ അവിടെ ചെറിയ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് അനുപ്രിയാണ് ശരിക്കും എന്നെ കാസ്റ്റ് ചെയ്തത് ഇതിലേക്ക്. പിന്നെ അനുപ്രിയയുടെ അച്ഛനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്കറിയില്ല ശരിക്കും ഇത് എന്താണ് ഒരു ഉദ്ദേശിക്കുന്നതെന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇവരുടെ ഫ്ലാറ്റിൽ പോയി അങ്ങനെ ഇരുന്ന് സംസാരിച്ചു. ഇപ്പോൾ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ ആ ഒരു മലബാർ സൈഡ് ആയതുകൊണ്ട് ഞാൻ ആ സൈഡിലാണല്ലോ, അപ്പം എനിക്ക് കുറച്ചും കൂടെ കണക്റ്റായി പെട്ടെന്ന് കഥ കേട്ടപ്പോൾ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നാവും. പിന്നെ ഇവരൊരു ഫാമിലിയിൽ നിന്നുണ്ടായ മൂവിയാണ്. അച്ഛൻ, അമ്മ, മകള്, മകൻ, ഇവരായിട്ട് പിന്നെ ഇവരുടെ ആ ഒരു തമ്മിലുള്ള ഒരു എന്താ പറയുക, ആ ഒരു കൂട്ടായ്മ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇവരെ കൂടെ നിന്ന് ചെയ്യണം, എന്ത് റിസ്ക് ഉണ്ടെങ്കിലും ചെയ്യണം തോന്നി, കൂടെ നിന്ന് ചെയ്തു. പിന്നെ അതിൽ അങ്ങനെയാണ് ഒരു പടത്തിൻ്റെ കൊറിയോഗ്രാഫി ചെയ്യേണ്ടി വന്ന്. കുഴപ്പമില്ല, നല്ലൊരു ഭയങ്കര കംഫർട്ട് ആയിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടായതുകൊണ്ടും പിന്നെ നമ്മൾ കൂടുതലും പുറത്തുനിന്നല്ല, എല്ലാവരും നമ്മുടെ സർക്കിളിൽ തന്നെയുള്ള ആൾക്കാരായതുകൊണ്ട് വേറെ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു ചെയ്യാൻ. കുറച്ച് ടെൻഷൻസ് കുറവായിരുന്നു. ഭയങ്കര ഒരു ഇന്റൻസ് റോളാണ് അൻവർ ഇതിൽ പ്ലേ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പടം ഇറങ്ങുമ്പോഴത്തേക്ക് അൻവറിന് എല്ലാവരും ആദ്യ പടം ചെയ്യുമ്പോൾ ഒരു ചെറിയ പടമാണ്. ആ സമയത്ത് ഇത് തിയേറ്റർ റിലീസ് അതൊന്നും ഉണ്ടായിരുന്നില്ല പ്ലാൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് വേണ്ട ക്യാരക്ടർ നിന്നെ പോലെ കാണുന്ന ഒരു കുട്ടിയാണ്, അപ്പം നീ തന്നെ ചെയ്തോ, ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അന്നൊരു ഷോർട്ട് ഫിലിമാണ് വെച്ച് ഞാൻ ചെയ്തു. ശിവരാജ്, നമ്മുടെ പോസ്റ്ററിൽ കാണുന്ന ശിവരാജാണ് എൻ്റെ കൂടെ അതിൽ പാർട്ട്ണറായിട്ട് നിൽക്കുന്നത്. അവരുടെ സഹോദരിയായിട്ടാണ് ഞാൻ അത് പ്ലേ ചെയ്യുന്നത്. സോ ബിക്കോസ് ഐ ന്യൂ ശിവരാജ്, നമ്മൾ മുമ്പ് ഒരു പടം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കംഫർട്ട് ഉണ്ടായിരുന്നു. ശിവരാജിൻ്റെ ഗൈഡൻസിലോ അച്ഛൻ്റെ ഗൈഡൻസിലോ എനിക്ക് ഇത് ചെയ്യാൻ പറ്റി. ആൻഡ് ഇൻ റിയൽ ലൈഫ് ഓൾസോ ഞാനൊരു സിസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒരു നോർമലായിട്ടുള്ള യുനോ ഇൻട്രിക്കസീസ് ഒക്കെ എനിക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റി. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ഗുഡ്. ആൻഡ് എഡിറ്റിംഗിലേക്കും അതേപോലെയാണ് കയറിയത്. ബിക്കോസ് അച്ഛൻ പറഞ്ഞു അച്ഛനക്ക് സിങ്കുള്ള ഒരു എഡിറ്ററിന് കിട്ടാത്തതുകൊണ്ട് ആ സമയത്തൊക്കെ ഞാൻ ചെറിയ ചെറിയ പ്രൊജക്ട്സ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതന്നെ നീയും എഡിറ്റ് ചെയ്തോന്ന്. അവിടെ നിന്നാണ് ഞാൻ പ്രോപ്പർ എഡിറ്റിംഗ് പഠിക്കുന്നത്. പൂനെ പോയിട്ട് പഠിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ നമ്മുടെ എല്ലാ പടം ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആ കോൺഫിഡൻസ് വന്നു. ഇപ്പോൾ ഒരു പടം എഡിറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഞാൻ ആക്ച്വലി ലൈക്ക് ഐ സെഡ് എഡിറ്റിംഗ് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പൂനെയിൽ ആക്ച്വലി ഫിലിം മേക്കിംഗ് കോഴ്സ് ചെയ്യുമ്പോഴും ഡയറക്ഷനിലായിരുന്നു ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത്. പക്ഷേ എഡിറ്റിംഗ് ആയിട്ട് എന്തോ ഒരു എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബിക്കോസ് ആക്ച്വലി നമ്മൾ പടം ഡയറക്റ്റ് ചെയ്താലും അത്
ലൈക്ക് വെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിലീസ്ഡ് അത് വരുന്നത് ഒരു എഡിറ്ററിൻ്റെ കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ഞാൻ അവിടുന്ന് എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ചെറിയ ബിറ്റ്സും ചെറിയ നമ്മുടെ ഷോർട്ട് ഫിലിംസും ചെറിയ ട്രെയിലേഴ്സും ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ആ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മൾ ഷൂട്ട് ചെയ്തത് എങ്ങനെ വരണം, എത്ര സെക്കൻഡ്സ് വരണം, ഏത് ട്രാൻസിഷൻസ് വേണം, ആ ഒരു കൺട്രോൾ ഉണ്ടായപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് കുറച്ചുകൂടി ആ ഡയറക്ഷൻ സൈഡ് എഡിറ്റിംഗിലേക്ക് വരുന്നുണ്ടെന്ന്. പിന്നെ ബൈ ലക്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഫോർച്യൂൺ ഈ ഒരു പ്രൊജക്റ്റ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ അതന്നെ എനിക്ക് കൊണ്ടുവരാൻ പറ്റി. ആൻഡ് എല്ലാ പ്രൊജക്റ്റും എഡിറ്റ് ചെയ്തതിൽ ഞാൻ കുറേ ലൈക്ക് കുറേ തോട്ട് പ്രോസസ്സ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രൂവിൻ്റെ ആൾക്കാർ എൻ്റെ 5 DOP ഉണ്ട് ഇതിൽ. അവരെല്ലാവരുടെയും ഫീഡ്ബാക്സും വ്യൂസ് എടുത്തിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, നറേറ്റീവ്സ് ആൻഡ് എവറിത്തിങ് അതൊക്കെ മനസ്സിലാക്കിയോ പ്രോപ്പർ ഒരു എഡിറ്ററായിട്ട് തന്നെയാണ് ചെയ്തത്. അതിൻ്റെ എല്ലാ ടെക്നിക്കൽ സൈഡ് പഠിച്ചു. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഡിജിറ്റലി ചാലഞ്ച്ഡ് ആളാണ്. എനിക്ക് ടെക്നോളജി ആയിട്ട് വലിയ കണക്ട് ഒന്നും ഇല്ല, മൊബൈലൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല, അങ്ങനത്തെ ആളാണ്. പക്ഷേ എഡിറ്റിംഗ് ആയിട്ട് എനിക്കിപ്പോൾ എല്ലാം അറിയാം. എല്ലാ സോഫ്റ്റ്വെയർസിൽ എഡിറ്റ് ചെയ്യാൻ അറിയാം. ഡാവിൻഷി ആണോ, പ്രീമിയർ ആണോ, FCP ആണോ. സോ അതൊരു കോൺഫിഡൻസ് ആണ്. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ട്രൂ ലൈക്കിംഗ് ഫോർ ഫിലിം മേക്കിംഗ്, ഡയറക്ഷൻ ആയിട്ടുള്ള അത്രയും പാഷൻ കൊണ്ടാണ് എഡിറ്റിംഗിലേക്ക് ഞാൻ കയറിയത്. ഈ പ്രൊജക്റ്റ് പ്രീമിയറിലാണ് എഡിറ്റ് ചെയ്തത്, Adobe Premiere Pro. നമുക്ക് അങ്ങനെ ഒരു സിനിമ ലൊക്കേഷൻ ആണെന്നുള്ളൊരു തോന്നലില്ല. കാരണം നമ്മൾ നമ്മുടെ ഒരു ഫാമിലി, കാരണം അങ്ങനെ തന്നെയായിരുന്നു. കാലിക്കറ്റും ഉണ്ടായിരുന്നു, പിന്നെ വയനാട് സൈഡിൽ. പക്ഷെ ആ ലൊക്കേഷനിലാണെങ്കിലും നമുക്ക് വേണ്ടത് എടുത്ത് കഴിക്കാം. പിന്നെ നമുക്ക് ആ ഒരു സിനിമ ലൊക്കേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. സംഭവം സിനിമയാണ് എങ്കിൽ പോലും ഭയങ്കര ഫ്രീഡം ഉണ്ടായിരുന്നു. എന്തോ ഓപ്പണായിട്ട് സംസാരിക്കാം, സംശയം ചോദിക്കാം. പിന്നെ ടെൻഷൻ വർക്ക് നമ്മൾ ചെയ്യുന്ന കഥാപാത്രം എങ്ങനെ അതിനുള്ള പ്രാക്ടീസും ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂളാം. നമുക്ക് വേറെയുള്ള പേടിയൊന്നുമില്ല. എന്തും ഇപ്പോൾ സാറിനാണെങ്കിലും ഡയറക്ടറിനാണെങ്കിലും നമുക്ക് ഓപ്പണായിട്ട് സാർ അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ മതിയോ നമുക്ക് ചോദിക്കാം. പിന്നെ അവരുടെ ഭാഗത്തും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ നന്നായി ചെയ്യാൻ പറ്റിയത്. പിന്നെ ബാക്കിയൊക്കെ ഇനി ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത് കണ്ടിട്ട്. അതെ, ലൈക്ക് അൻവറേട്ടന്റെ കൂടെ നമ്മൾ ചെമ്പ് പടം ചെയ്തു, പിന്നെ ശതാഭിഷേകങ്ങളിൽ കൊറിയോഗ്രാഫി ചെയ്തു. പിന്നെ വേറൊരു പ്രൊജക്ട് ഉണ്ട്, അതില് ലൈൻ പ്രൊഡ്യൂസറും കാസ്റ്റിംഗും അതിലും ചെറിയ 2 വേഷം ചെയ്തു. സോ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ കൂടെ അഭിനയിച്ചും വർക്ക് ചെയ്ത എല്ലാരെയും നമ്മൾ എല്ലാ പ്രൊജക്ട്സിലും അങ്ങനെ എടുത്ത് നടന്നിട്ടുണ്ട്. ഐ മീൻ ഇറ്റ് വാസ് കാഷ്വൽ തന്നെയായിരുന്നു. ആക്ച്വലി അച്ഛൻ ഭയങ്കര കാഷ്വൽ ആണ്. ഈസ് നോട്ട് ലൈക്ക് എ വെരി സ്ട്രിക്ട് ഡയറക്ടർ. മീൻസ് സമയത്ത് നടക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഒക്കെ സ്ട്രിക്റ്റ് ആവും. അല്ലെങ്കിൽ ഭയങ്കര ഒരു ചില്ലാണ്, ലൈറ്റ് ഹാർട്ടഡ് ആണ്. അപ്പോൾ വൈബ് ഭയങ്കര നല്ലതായിരുന്നു. നമ്മളെല്ലാവരും ഫ്രണ്ട്സ് പോലെ തന്നെ ആയിരുന്നു. ആൻഡ് കുറേ റിഹേഴ്സൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഫോർ ഗോയിങ് ഇൻ ടു പ്രൊഡക്ഷൻ ഇറ്റ് സെൽഫ്. അപ്പോൾ ആ റിഹേഴ്സൽസിൽ തന്നെ പിന്നെ അച്ഛൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയാൽ സ്ക്രിപ്റ്റ് മൊത്തം ആർട്ടിസ്റ്റിന് കൊടുക്കും. ആൻഡ് ഡയലോഗ്സ് നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്യും, നിങ്ങളുടെ ഒരു രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യും. ഈ മൂവിയിൽ 5 പടത്തിൽ 5 വേറെ ആക്സെന്റ് ആണ്. മലബാറിന്റെ 5 വേറെ ആക്സെന്റ്, കണ്ണൂരുണ്ട്, മലപ്പുറം ഉണ്ട്, കോഴിക്കോട് ഉണ്ട്, അങ്ങനെ വേറെ ആക്സെന്റ് ആണ്. അപ്പൊ അത് ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റി. നിങ്ങൾ മലപ്പുറം ആക്സെന്റ് ആയിരുന്നു, ഇവരുടെ പടത്തിൽ മലപ്പുറം ആക്സെന്റ് ആയിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ വേറെ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇപ്പം ഓരോ സ്ലാങ് വരുമ്പോൾ അവരോട് ചോദിച്ച് അവരെന്നെ കറക്റ്റ് അത് ഇങ്ങനെ ഇവിടെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അൻവറേട്ടൻ അഭിനയിച്ച പടത്തിന്റെ ആക്ട്രസിനെയും സജസ്റ്റ് ചെയ്ത് അൻവറേട്ടൻ തന്നെയാണ്, നവ്യ. എന്റെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു ഒമാനിലൊരു പടം, മസ്കറ്റിലൊരു പടം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊരു നായികയുടെ കൂട്ടുകാരിയായിട്ട് അഭിനയിച്ച ലേഡിയാണ്. അപ്പം ഞങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പം അങ്ങനെ അപ്പം അവർ നാട്ടിൽ വരുന്നതെന്ന് അറിഞ്ഞപ്പം ഞാൻ അവരതിലേക്ക് കാസ്റ്റ് ചെയ്തു. അപ്പം അവർ കണ്ണൂരാണ്, പക്ഷെ നമ്മൾ കാലിക്കറ്റായിട്ടുള്ളതാണ്, നമ്മുടെ കാലിക്കറ്റാണ് ഞങ്ങളുടെ ലൊക്കേഷൻ. അപ്പം അവരത് ആ സ്ലാങ്ങിലേക്ക് കുറച്ച് പറഞ്ഞു പഠിപ്പിച്ചു. വേറൊരു പടം അവരുടെ സ്ലാങ് കണ്ണൂർ സ്ലാങ് വേണം. അപ്പൊ ഈ ലേഡി അവരെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒരു ഭയങ്കര ഒരു എല്ലാവരും സഹകരിച്ചിട്ടാണ് ഈ പടം വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രൊജക്ടിന്റെ ആള് മറ്റേ പ്രൊജക്ടിന് വേണ്ടിയിട്ടും കൂടെ നിന്നിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ സെറ്റിൽ എപ്പോഴും അച്ഛനെ സാറിനാണ് വിളിക്കുന്നത്. അത് മുമ്പ് അറിയുന്നവർക്ക് അല്ലാണ്ട് ആദ്യമായിട്ട് സെറ്റിൽ വരുമ്പോൾ ആർക്കും മനസ്സിലാവില്ല, ലൈക്ക് അച്ഛനും മോളാണ്, പിന്നെയാണ് മനസ്സിലാവുന്നത്. അത് ആ പ്രൊഫഷണലിസം നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. ഞാനിപ്പം ഓൾറെഡി 2 പ്രോജക്റ്റ് നിൽക്കുന്നുണ്ട്. അത് ഒരെണ്ണം പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെ ഒരെണ്ണം സ്ക്രിപ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ 2 പടത്തിലൊരു ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൺഫേം ആയിട്ട് പുറത്ത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓൾറെഡി ചെയ്ത പടം 2 റിലീസ് ആവാനുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ ഒരു മെയിൻ ക്യാരക്ടർ ത്രൂഔട്ട് ക്യാരക്ടർ ഉണ്ട്, ഒരെണ്ണത്തിൽ ഒരു സബായിട്ടുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ അതാണ് ഇപ്പോൾ റിലീസിന് നിൽക്കുന്നത്. പിന്നെ ഞാൻ ഡയറക്ഷൻ ടീമിലും പ്രൊഡക്ഷൻ ടീമിലും വർക്ക് ചെയ്യുന്നുണ്ട്, അസിസ്റ്റൻ്റായിട്ടും. പിന്നെ പ്രൊഡക്ഷൻ ടീമിൽ കൺട്രോളറായിട്ടും പ്രൊഡക്ഷൻ മാനേജറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് കൊറിയോഗ്രാഫി. പക്ഷെ എനിക്ക് അഭിനയമാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ പിന്നെ എപ്പോഴും ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുകയും ചെയ്യാം, നമുക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അഭിനയം ഇല്ലാത്ത സമയത്ത് ബാക്കിയുള്ള പരിപാടിയൊക്കെ നിൽക്കുന്നത്. അങ്ങനെയൊന്നുമില്ല.
എൻ്റെ ആക്ച്വലി ഇപ്പോൾ ഒരു വേറെ പ്രൊജക്റ്റ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ് ഭാസിൻ്റെ പടമാണ്. അതിൽ ഞാൻ ഡയറക്ഷൻ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. അതല്ലാണ്ട് നമ്മുടെ എൻ്റെ ഫാമിലി പ്രൊജക്റ്റായിട്ട് ഇനിയും ഉണ്ട് പ്രൊജക്ട്സ്. ഈ ഒരു പടം ദ മലബാർ ടേൽസ് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ തീരുമാനം. അപ്പം ജനുവരി 3-നാണ് ഞങ്ങളുടെ സിനിമ റിലീസാവാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്. താങ്ക് യു.